ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സിമ്പിൾ കോളിഫ്ലവർ കറിയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ദോശ, ഇടിയപ്പം, അപ്പം, പൂരി, ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ് തുടങ്ങിയവയ്ക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കോളിഫ്ലവർ കറി. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഏകദേശം ഒരു 450 ഗ്രാം വരുന്ന കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു തണ്ടും മറ്റു ഭാഗങ്ങളൊക്കെ പോയിട്ടുള്ള അളവാണ് കേട്ടോ. ശേഷം ഇത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ച കോളിഫ്ലവറിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റോളം മാറ്റി വയ്ക്കുക. അങ്ങനെ ഈ പറഞ്ഞ 10 മിനിറ്റുകൾക്ക് ശേഷം കോളിഫ്ലവറിലേക്ക് നമ്മൾ ആ ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് കോളിഫ്ലവർ പ്രത്യേകമായിട്ട് എടുത്ത് വയ്ക്കുക. ശേഷം നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്ക് അതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഏലയ്ക്ക, 4 ഗ്രാമ്പു, ഈ 3 ഐറ്റവും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഈ ചേർത്ത് കൊടുത്ത സ്പൈസസൊക്കെ മൂത്ത് ചെറിയൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു കളറൊന്ന് ചേഞ്ചായി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെയും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇവ രണ്ടും മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം വലിപ്പമുള്ള സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരല്പം കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് നമുക്ക് ഈ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ സവാള നന്നായിട്ട് തന്നെ വഴണ്ട് അതിൻ്റെ ആ ഒരു കളറൊന്ന് ചേഞ്ചായി ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ചെറിയ ജീരകം പൊടിച്ചത്, ഈ മൂന്നും കൂടി ചേർത്ത് നമുക്ക് ഈ മസാലക്കൂട്ടുകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് സവാള കുറച്ചുകൂടി നല്ലതുപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ടാവും. ഈ അവസരത്തിൽ അതായത് നമ്മൾ ഈ ചേർത്ത് കൊടുത്ത സവാളയും അതുപോലെ മസാലക്കൂട്ടും എല്ലാം നല്ലതുപോലെ മൂത്ത് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ അതിനായിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലതുപോലെ അരച്ച് ഇതോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമയമെല്ലാം മാറി തക്കാളി നല്ലതുപോലെ വഴണ്ട് വെന്ത് വരുന്നത് വരെയും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഈ തക്കാളി വേവുന്നതിനനുസരിച്ച് നമ്മൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണ തെളിഞ്ഞു കണ്ടു തുടങ്ങും. അപ്പോഴാണ് നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇവിടെ നമ്മളൊരു 350 ml ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കറി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഇനി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച കോളിഫ്ലവറും കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്രേവി തിളച്ച് തുടങ്ങുമ്പോഴേക്കും പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഏകദേശം ഒരു 20 മിനിറ്റോളം, അല്ലെങ്കിൽ കോളിഫ്ലവർ അത്യാവശ്യം ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടുന്നത് വരെയും വേവിക്കാം. അങ്ങനെ ഇവിടെ ഈ പറഞ്ഞ 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. കോളിഫ്ലവർ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കോളിഫ്ലവർ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.